ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ട് ലോക്കസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഇസ് ഗിവൺ ബൈ k into s plus 9 by s into s square plus 4s plus 11. Sketch the root locus of the system. നമുക്ക് റൂട്ട് ലോക്കസിൽ തന്നിട്ടുള്ള എന്തായിരുന്നു? ജി ഓഫ് എസ് ആണ് തന്നിട്ടുള്ളത്. അവിടെ k into s plus 9 by s into s square plus 4s plus 11. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സീറോസ് ഉണ്ടായിരുന്നില്ല, പോൾസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കിവിടെ സീറോ കൂടിയുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ പോൾസ് ആൻഡ് സീറോസ്. നമുക്ക് ഡിനോമിനേറ്റർ ഉണ്ടല്ലോ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ, അപ്പോൾ അത് നമ്മൾ സീറോ ടിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോൾസ് കിട്ടും. അപ്പോൾ ആ ഡിനോമിനേറ്റർ ടേം എന്തായിരുന്നു? എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 11 ആണ്. അപ്പോൾ അത് സീറോ ടിക്കറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ഉണ്ടല്ലോ, ആ ഇക്വേഷനിലേക്ക് നമ്മൾ അവിടെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 4 ആൻഡ് സി എന്ന് പറയുന്നത് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാം. അവിടെ ഒന്ന് ഇത് സീറോ ടിക്കറ്റ് ചെയ്യുമ്പോൾ എത്ര വരാം? എസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് രണ്ടാമത്തെ എത്രയാണ് വരുന്നത്? എസ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് ജെ 2.64 ആണ് വരുന്നത് അല്ലേ. നമുക്ക് 3 പോളാണ് നമുക്ക് അവിടെ ടോട്ടൽ ഉള്ളത്. P1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് P2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് ജെ 2.64 ആൻഡ് P3 ഈസ് ഈക്വൽ ടു -2 മൈനസ് 2.64 ജെ. ഇതാണ് അവിടെ 3 പോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സീറോസ് ഉണ്ട്, അത് ന്യൂമറേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എസ് പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാം? എസ് ഈസ് ഈക്വൽ ടു -9. അപ്പോൾ അതാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും നമ്മളവിടെ വരച്ചു. ഇതാണ് അവിടെ റിയൽ ആക്സിസ് ആൻഡ് ഇത് ഇമാജിനറി ആക്സിസ്. ഇനി അവിടെ പ്ലോട്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ് പോൾസിനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് P1 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പോൾസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രോസ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് പോൾ ഒറിജിനിലാണ്, അപ്പോൾ അത് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ പോൾ എന്ന് പറയുന്നത് -2 പ്ലസ് ജെ 2.64ലാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ നെഗറ്റീവ് റിയൽ ആക്സിസിൽ -2 കൊടുക്കുക. അപ്പോൾ ഇതാണ് -2 എന്ന് പറഞ്ഞ പോയിന്റ് ആൻഡ് ജെ 2.64 നമ്മളവിടെ മുകളിലേക്ക് എടുക്കുക. അത് 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കും വരാം. അപ്പോൾ -2 പ്ലസ് ജെ 2.64 ഏകദേശം ഈ ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു. ഞാൻ അടുത്ത പോകുന്നത് -2 മൈനസ് ജെ 2.64 ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 2.64 -2 നിന്ന് താഴേക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് ആയിട്ട് വരും. ഇതാണ് 3 പോൾ എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ 0 ഉണ്ട്. അപ്പോൾ സീറോസ് നമുക്ക് വരുന്നത് എവിടെയാണ്? എസ് ഈസ് ഈക്വൽ ടു -9 ആണ് അല്ലേ. അപ്പോൾ സീറോസ് നമ്മൾ മാർക്ക് ചെയ്യണത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ -9ലാണ് അവിടെ വരുന്നത്. നമ്മളിങ്ങനെ ഒരു സ്മോൾ സർക്കിൾ ആണ് നമ്മളവിടെ സീറോസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 3 പോളും അതുപോലെ ഒരു 0യും അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓഫ് റിയൽ ആക്സിസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പോൾ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് പോൾ എന്നത് ഒറിജിനലാണ്. അതിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് നമ്മൾ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. നമ്മുടെ ചൂസ് ചെയ്യുന്ന ടെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ -2 എന്ന് പറഞ്ഞൊരു പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്നിട്ട് നമ്മളിവിടെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് പോൾസ് ആണ് വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പോൾസ് നമുക്ക് ഇവിടെ ആർക്കൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ -2ൽ നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര റൂട്ട് ഉണ്ട്? നമുക്ക് അവിടെ ഒരു റൂട്ടാണ് ഉള്ളത്. ആ ഒറിജിനിലുള്ള പോൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് അത്രയും പോർഷൻ നമുക്ക് അവിടെ ആർക്കൻ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടെസ്റ്റ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ -2ൻ്റെ പുറത്തുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അടുത്ത 0 എടുക്കുന്നത് -9ലല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ആ -9 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം ടെസ്റ്റ് പോയിന്റ് ആയിട്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റൈറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ എത്ര പോളുണ്ട്? നമുക്കവിടെ 3 പോളാണുള്ളത്. അതായത് റൂട്ട് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അതായത് നമ്മൾ എസ് പ്ലെയിനിലാണ് നോക്കുന്നത്. ഈ ഒരു പ്ലെയിനിലാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 1, 2, 3 അങ്ങനെ 3 പോളാണ് നമുക്കവിടെ ഉള്ളത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ -2 to -9 നമുക്കവിടെ ഡാർക്കൻ ചെയ്യാം. അപ്പോൾ റൂട്ട് ലോക്കസ് ഈ ഒരു പോർഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ഇത്ര പോർഷൻ അവിടെ നമ്മളവിടെ ഡാർക്കൻ ചെയ്തു.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ടെസ്റ്റ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോണത് എവിടെയായിരുന്നു? -9ന്റെ പുറത്തൊരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യണം. എന്നിട്ട് എത്ര റൂട്ട് ഉണ്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കാം. അപ്പോൾ എത്ര റൂട്ട് ഉണ്ട്? 1, 2, 3, 4 റൂട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 4 എന്ന് പറയുമ്പോൾ എന്താ? ഈവൺ നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് -9 വരെയാണ് നമ്മളവിടെ ഡാർക്കൻ ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് ലോക്കസ് ഇവിടെ 0 to -9 എവിടെ വേണമെങ്കിലും ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? ±180 ഡിഗ്രി ഇൻറ്റു 2q + 1/n - m ആണ്. അതിൽ n എന്ന് പറയുന്നത് 3ആണ്. കാരണം നമുക്കവിടെ 3 പോളാണ് അവിടെ ഉള്ളത് ആൻഡ് ഒരു 0. അതുകൊണ്ട് m = 1. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1 എക്സെട്ര ടു n-m വരെ വരാം. ഇവിടെ n-m എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. 3 - 1 2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 2 വരെ എടുക്കാനായിട്ട് കാരണം. അപ്പോൾ when q = 0 നമ്മൾ ആംഗിൾ എത്ര വരുന്നത്? ±180 ഡിഗ്രി ഇൻറ്റു ഇവിടെ ക്യൂവിനെ നമ്മൾ അവിടെ 0 ഇട്ട് കൊടുക്കും. ഇവിടെ 0 + 1/2 എന്ന് വരും. ഇവിടെ ±90 ഡിഗ്രി വരും. ആൻഡ് q = 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ആംഗിൾ എത്ര വരുന്നത്? ±180 ഡിഗ്രി ഇൻറ്റു 3/2 ആണ് വരുന്നത്. നമുക്കവിടെ ±270 ഡിഗ്രി എന്ന് വരും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്ലോക്ക് വൈസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് -+90 ഡിഗ്രി എന്നവിടെ എഴുതാം. ഇനി q = 2 നമ്മൾ ഇട്ട് എടുക്കുമ്പോൾ ആംഗിൾ എത്ര വരുന്നത്? ±180 ഡിഗ്രി ഇൻറ്റു 5/2 ആണ്. അപ്പോൾ അവിടെ അത് വരുന്നത് ±450 ആണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോൾ. ആൻഡ് ക്ലോക്ക് വൈസ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ അവിടെ ±90 ഡിഗ്രി, അതായത് 360 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 90 ഡിഗ്രി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അവിടെ ±90 ഡിഗ്രിയാണ് q = 2 അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് വരുന്നത് നമുക്കിവിടെ ±90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ആ 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ഇനി നമ്മളവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ n - m ആണ്. സം ഓഫ് പോൾസ് പറയുമ്പോൾ എല്ലാ പോളുകളുടെയും സം എന്ന് പറയുമ്പോൾ 0 -2 + j 2.64 - 2 - j 2.64 മൈനസ് സം ഓഫ് സീറോസ് പറയുമ്പോൾ ഒരു 0 ഉള്ളത് -9ലാണ്. അവിടെ -9/3 - 1. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? അവിടെ ആ j 2.64 അവിടെ വെട്ടി. ബാക്കി നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 5/2 ആണ്. അത് 2.5 ആണ് അവിടെ ഇത് സെൻട്രോയിഡ് കിട്ടുന്നത്. 2.5 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ്. 2 to 3 ഇടയ്ക്കുള്ള പോയിന്റ് 2.5 എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ±90 ഡിഗ്രി. 90 ഡിഗ്രി നമ്മൾ അവിടെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. ഈ അടുത്ത സ്റ്റെപ്പ് ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്കിംഗ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് അവേ പോയിന്റ് ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. ഇനി അടുത്തത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ കോംപ്ലക്സ് പോയിന്റ് നമ്മൾ P2 എടുക്കുക. ആ P2ലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ റൂട്ട്സിൽ നിന്നിട്ടും ഒരു വെക്റ്റർ നമ്മളവിടെ വരയ്ക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് പോൾ ഒറിജിനാണ്. ഒറിജിനിൽ നിന്നിട്ട് നമ്മൾ ലെങ്ത്ത് വരച്ചു. അതുപോലെ ഈ 0യിൽ നിന്നിട്ടും വരച്ചു. അതുപോലെ P3യിൽ നിന്നിട്ടും വരച്ചു. ഇനി നമ്മളവിടെ ആ വെക്റ്റേഴ്സ് മേക്ക് ചെയ്യണ ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ P2ലേക്ക് നമ്മൾ ഒറിജിനിൽ നിന്നിട്ട് വരച്ച ലൈൻ ഉണ്ടല്ലോ, അത് ഈ ആംഗിൾ എന്ന് പറയുന്നത് θ1 ആണ്. അതുപോലെ P3യിൽ നിന്നിട്ട് P2ലേക്ക് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അത് θ2. അതിപ്പോൾ 90 ഡിഗ്രിയാണ് വരിക. ആൻഡ് നമ്മൾ 0 ആണ് നമുക്ക് കിട്ടുള്ളത്. ആ 0യിൽ നിന്നിട്ട് വരച്ചിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, അത് θ3 ആണ് അവിടെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ആംഗിളും അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് θ1 + θ2 + θ3 ആണ് വരുന്നത്. അപ്പോൾ അവിടെ θ1 കണ്ടുപിടിക്കണം. അപ്പോൾ θ1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ആംഗിൾ ആണല്ലോ θ1 എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ലൈനിൻ്റെ 180 ഡിഗ്രി ആണെങ്കിൽ ആ 180 ഡിഗ്രിയിൽ നിന്നിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? tan ഇൻവേഴ്സ് 2.64/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ θ1 = എന്താ വരിക? 180 നിന്നിട്ട് ആംഗിൾ കുറയ്ക്കാം. 180 മൈനസ് tan ഇൻവേഴ്സ് 2.64/2. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 127.1 ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത്. ആൻഡ് θ2 90 ഡിഗ്രി നമുക്ക് അവിടെ കിട്ടി. ആൻഡ് θ3 എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2.64 ആണ്. അതുപോലെ ഈ 2 to 9 അവിടെ ലെങ്ത് വരുന്നത് എത്രയാണ്? 7 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ θ3 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി?
ടാൻ ഇൻവേഴ്സ് 2.64/7 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 20.7 ഡിഗ്രി എന്ന് അവിടെ കിട്ടി. നമുക്കിത് പ്രൊട്രാക്ടർ വെച്ചിട്ടായാലും അത് എന്താണ് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത് -16.4 ഡിഗ്രി എന്നവിടെ വരും. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം P2 എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്കവിടെ P3യുടെയും കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ P3 എന്ന് പറയുന്നത് -180 - θ1 + θ2 + θ3 ചെയ്താൽ മതി. ഓൾറെഡി θ1 θ2 θ3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം, നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരാം. അതായത് +16.4 ഡിഗ്രി എന്നവിടെ വരും. ഇതാണ് അവിടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഇനി ക്രോസിംഗ് പോയിന്റ് ഓൺ ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിനെ ക്ലോസ് ലൂപ്പ് ആക്കിയിട്ട് മാറ്റണം. അതായത് C(r)(s) എന്ന് പറയുന്നത് G(1 + G(ന്റെ H(s) ആണ്. അതിവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് ആയാലും H(s) 1 ആണ്. അപ്പോൾ നമുക്ക് G(s) എന്ന് പറയുന്നത് k × s + 9/s² + 4s + 11 1 + GS എന്ന് പറയുമ്പോൾ 1 + k × s + 9/s² + 4s + 11 വരും. നമുക്കിവിടെ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ ഇതുപോലെ വരും k × s + 9/s² + 4s + 11 s² + 4s + 11 k × s + 9/s² + 4s + 9 വരും. 4s + 11 എന്നവിടെ വരും. നമുക്കിവിടെ ഈ ഡിനോമിനേറ്റർ എന്താണ് കോമൺ ആണ്. അപ്പോൾ അത് നമുക്കവിടെ വെട്ടിക്കളയാം. അപ്പോൾ അവിടെ ബാക്കി എന്ത് വരും, k × s + 9/s³ + 4s² + 11 k × s + 9k എന്നവിടെ വരും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മളവിടെ എഴുതിയിട്ടുണ്ട് s³ + 4s² + 11 k k × s + 9k അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് s = jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ s³ ആണല്ലോ, അപ്പോൾ അവിടെ jω3 + 4s² പകരം 4jω² + 11 k × jω + 9k = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ j³ എന്ന് പറയുന്നത് -j ആണ്. അവിടെ -jω³ -4ω² + 11 j11 k × ω + 9k = 0 എന്നവിടെ വരും. ഇനി നമ്മളവിടെ ഇത് എന്നിട്ട് ഇമാജിനറി പാർട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ജെയുടെ ടേംസ് വരുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ -ω³ + 11 k × ω = 0. അതായത് ഈ ഒരു ടേമും ഈ ഒരു ടേമും നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ω² നമ്മൾ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ഒരു ഒമേഗ വെട്ടിപ്പോകും. അപ്പോൾ ω² 11 k എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടത്, ഇവിടെ റിയൽ പാർട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം 0 ആയിട്ട്. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ -4ω² അതുപോലെ 9k ആണ് വരുന്നത് അല്ലേ. -4ω² + 9k = 0. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 9k = 4ω² എന്ന് വരും. അപ്പോൾ ഈ ω² പകരം നമുക്ക് 11 k എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരാം, 4 × 11 k. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 44 + 4k എന്നാണ് വരിക. അപ്പോൾ ആ 4k നമ്മൾ LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 9k - 4k = 44 എന്ന് വരും. അപ്പോൾ 5k = 44 എന്ന് വരും. അങ്ങനെ കെയുടെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം, 8.8 എന്നവിടെ വരും. ഇനി ഈ 8.8 എടുത്തിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ω² എന്ന് പറയുന്നത് 11 kക്ക് പകരം 8.8 എടുത്തപ്പോൾ 19.8 എന്ന് വരും. അപ്പോൾ ω = √19.8 നമ്മൾ എടുക്കുമ്പോൾ എത്ര വരാം, ± 4.4 എന്ന് അവിടെ വരും. അതാണ് ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പോൾസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു പോൾ ഒറിജിനിൽ, പിന്നെ കോംപ്ലക്സ് പോൾ 2 എണ്ണം ഉണ്ട്, അതിൻ്റെ ഒരു 0യും അവിടെ ഉണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് നമ്മൾ എത്രയായിരുന്നു, 2.5 ആയിരുന്നു നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവിടെ ഗ്രീൻ ലൈനാണ് അവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ ആ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ അവിടെ കണ്ടുപിടിച്ചിരുന്നു. അത് 16.4 ആണ് വരുന്നത്, ± 16.4. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോളിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഒരു 16.4 അവിടെ മുകളിലേക്ക് വരച്ചു. അതുപോലെ ഈ ഒരു പോളിൽ നിന്ന് ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരച്ചിട്ട് 16.4 അവിടെ താഴേക്കും വരച്ചു. എന്നിട്ട് ഇത് ടാൻജൻ്റ് ആക്കിക്കൊണ്ട് നമ്മളൊരു ഫ്രീ ഹാൻഡ് കർവ് അവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ കർവ് കടന്നു പോകേണ്ടത് നമ്മുടെ ക്രോസിംഗ് പോയിന്റിൽ കൂടെയാണ്. അപ്പോൾ ക്രോസിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എത്രയാണ്, J4.4 അതുപോലെ -J4.4 കൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫ്രീ ഹാൻഡ് കർവ് വരച്ചിട്ട് അത് 4.4 കൂടെ അത് പാസ് ചെയ്തിട്ട് പോകണം. ഈ റെഡ് കളറിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ കർവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ റൂട്ട് ലോക്കസ് നമ്മളോട് വരച്ചു. റൂട്ട് ലോക്കസിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് ഈ ഒറിജിനിൽ നിന്നിട്ട് തുടങ്ങിയിട്ട്, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഒറിജിനിലായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്താണ് അത് ട്രാവൽ ചെയ്ത് -9 ആ 0 ലൈറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റ് വരെ അത് ട്രാവൽ ചെയ്യും, അവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്യും. ഇനി രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് പോളിൽ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു കോംപ്ലക്സ് പോളിൽ നിന്ന് തുടങ്ങിയിട്ട് അത് J4.4 കൂടെ ക്രോസ് ചെയ്തിട്ട് പോവും. അതിനുശേഷം എന്താണ് ഈ അസിംപ്ടോട്ട് ഉണ്ടല്ലോ അതിനെ പാരലായിട്ട് പോവും. അതുപോലെ തന്നെയാണ് ഈ കോംപ്ലക്സ് പോളിൽ നിന്ന് തുടങ്ങുന്ന കർവ് എന്ന് പറയുന്നത്. അത് -J4.4 കൂടെ എന്താണ് അത് കടന്നു പോയിട്ട് അത് ഈ അസിംപ്ടോട്ടിനെ പാരലായിട്ട് പോവും ടു റീച്ച് 0 അറ്റ് ഇൻഫിനിറ്റി. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളവിടെ റൂട്ട് ലോക്കസ് വരയ്ക്കുക.